നമ്മൾ GDP കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ഗോൾഡിന്റെ വാല്യൂ അനുസരിച്ച് നമ്മൾ GDP കണ്ടുപിടിക്കുകയാണ് കേട്ടോ. ഗോൾഡിന്റെ ഇപ്പോഴത്തെ പ്രൈസ് ഫോർ എക്സാമ്പിൾ ഗ്രാമിനൊരു 10 രൂപ, 10,000 രൂപ, അതിൽ കൂടുതലാണ്. ഗ്രാമിന് 10,000 രൂപയാണ് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ്. കറണ്ട് പ്രൈസ് ഇപ്പോഴത്തെ, ഞാനിപ്പം GDP കണ്ടുപിടിക്കുകയാണ്, നമ്മുടെ ഇന്ത്യയുടെ GDP കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഇപ്പോഴത്തെ പ്രൈസ് അനുസരിച്ച്, കറണ്ട് വാല്യൂ അനുസരിച്ച്, കറണ്ട് പ്രൈസ് അനുസരിച്ചാണ് ഞാൻ GDP കണ്ടുപിടിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നോമിനൽ GDP എന്ന് വിളിക്കുന്നത്. നോമിനൽ GDP എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് ഇയർ പ്രൈസ്, ഇപ്പോഴത്തെ യഥാർത്ഥമായിട്ടുള്ള പ്രൈസ് അനുസരിച്ച് GDP കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് നോമിനൽ GDP എന്ന് പറഞ്ഞാൽ. ഇതല്ല, നമ്മളൊരു സ്റ്റാൻഡേർഡ് പ്രൈസ് എടുത്തിട്ടുണ്ട്. അതായത് 2011 ഗോൾഡിന്റെ പ്രൈസ് ഒരു ഗ്രാമിന് ഒരു 1000 റുപ്പീസ് ആണ് വിചാരിക്കുക. 1000 റുപ്പീസ് ആണ് 2011 ഗോൾഡിന്റെ പ്രൈസ്. അതാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞെടുത്ത് വെച്ചിട്ടുള്ളത്. ഏത് വർഷം ആയാലും 2030 ആയാലും നമ്മുടെ സ്റ്റാൻഡേർഡ് പ്രൈസ് എന്ന് പറയുന്നത് 2011 പ്രൈസ് ആണെന്ന് വിചാരിക്കുക. ആണ് ബേസ് പ്രൈസ്. നമ്മളൊരു ബേസ് ആയിട്ട് എടുക്കുന്നത് ബേസ് പ്രൈസ് ആണ്. ഈ ബേസ് പ്രൈസ് അനുസരിച്ചാണ് നമ്മൾ GDP കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ റിയൽ GDP എന്ന് വിളിക്കുന്നു. ഓക്കെ, കറണ്ട് ഇയർ പ്രൈസ് അനുസരിച്ചാണ് GDP കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നോമിനൽ GDP എന്നും, നമ്മുടെ ബേസ് ഇയർ അനുസരിച്ചാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ റിയൽ GDP എന്നും വിളിക്കുന്നു. GDP ഡിഫ്ലേറ്റർ. ഈ നോമിനൽ GDPയുടെയും റിയൽ GDPയുടെയും റേഷ്യോയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? GDP ഡിഫ്ലേറ്റർ എന്ന് വിളിക്കുന്നത്. നോമിനൽ GDP നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ GDP എന്നും റിയൽ GDPനെ നമ്മൾ സ്മോൾ ലെറ്റർ GDP എന്നാണ് പറയുന്നത്. അപ്പം ഇതിന്റെ രണ്ടിന്റെ ഫ്രാക്ഷൻ ഇൻറ്റു 100 ചെയ്യുമ്പോൾ GDP ഡിഫ്ലേറ്റർ നമുക്ക് കിട്ടുന്നു.